മുസ്ലിമീങ്ങളെ, നരകത്തിലെ തീയിനെ പറ്റി നിങ്ങൾക്കറിയോ? ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ആദം നബിയെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ആദം നബിയെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഈ ഭൂമിയിൽ വെള്ളമുണ്ട്, ഈ ഭൂമിയിൽ വായു ഉണ്ട്, ഭൂമിയിൽ തീയില്ല. തീയില്ലാത്ത ഭൂമിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ തീയില്ലാതെ ഈ ഭൂമിയിൽ വല്ല പുരോഗതി ഉണ്ടാകുമോ? ഇരുമ്പ് ഉരുക്കാൻ കഴിയോ? എന്തെങ്കിലും പ്രവർത്തനത്തിന് സാധിക്കോ? അന്നപാനീയങ്ങൾ അതേ പാകജകം ചെയ്യാൻ പറ്റുമോ? തീയില്ലാത്ത ലോകം എന്തൊരു ലോകമായിരിക്കും. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്കും സന്താനങ്ങൾക്കും ഈ ഭൂമിയിൽ കാലുറപ്പിക്കാൻ ആവശ്യമായ തീ നരകത്തുനിന്ന് കൊണ്ടുപോയി കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആദം നബി, ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്ന മലക്കിനോട് പടച്ച റബ്ബ് കൽപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്കും മക്കൾക്കും ദുനിയാവിൽ കാലുറപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം, ഈ നരകത്തിൻ്റെ ചുമതലയുള്ള മലക്ക് മാലിക്കാണ്. മെഹറാജിൻ്റെ രാത്രിയിൽ ഞാൻ മാലിക് എന്ന മലക്കിനെ കണ്ടു. എല്ലാ മലക്കുകളും എന്നോട് ചിരിച്ചിട്ടുണ്ട്, സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാലിക് എന്ന മലക്ക് ചിരിച്ചിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന രൂപമുള്ള മലക്ക് മാലിക് എന്ന മലക്കാ. കണ്ടുവന്ന നബി നമുക്ക് പറഞ്ഞു തന്നതാ. ഇരിക്കട്ടെ, മാലിക് എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ ചെന്നിട്ട് നരകത്ത് നിൽപ്പം തീയെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ഈ എടുത്തോളൂ, നിങ്ങൾക്ക് വേണ്ടതെടുത്തോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, ഒരു കാരക്കയുടെ വലിപ്പമുള്ള തീക്കനൽ ഞാൻ നരകത്തിൽ നിന്നെടുത്തിട്ട് കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ്. മഹാനായ മാലിക് പറഞ്ഞു ജിബ്രീലിനോട്, ജിബ്രീൽ, ഈ കാരക്കൻ്റെ വലിപ്പമുള്ള തീക്കനലെടുത്ത് നിങ്ങൾ ഭൂമിയിൽ വെച്ചാൽ ഈ ഭൂമി പിന്നെ ഉണ്ടാവില്ല. ഈ ഭൂമി മൊത്തം കരിഞ്ഞ് ചാമ്പലായി തീരും, പിന്നെ ഭൂമി ഉണ്ടാവില്ല. എത്രയാണ് എടുക്കേണ്ടത്? വേണ്ടതെടുത്തോളൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കാരക്കൻ്റെ കുരുവിൻ്റെ വലിപ്പമുള്ള തീക്കനലെടുത്തിട്ട് ഇത് ഞാൻ കൊണ്ടുപോയാലോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, മാലിക് എന്ന മലക്ക്, ഇത്ര വലിപ്പമുള്ള തീക്കനൽ നിങ്ങൾ ഭൂമിയിൽ കൊണ്ടുവച്ചാൽ പിന്നെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം നിൽക്കൂല. സർവ്വ ജലാശയങ്ങളും വറ്റി വരണ്ടു പോകും. ഒരു പച്ചയും ഭൂമിയിൽ പിന്നീട് മുളയ്ക്കുകയില്ല. ആകാശം പിന്നീട് കനിയില്ല. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ നിൽക്കില്ല. പിന്നെ ഫസ്വാഹബിയാ ജിബ്രീലു, ആർത്ത് കരഞ്ഞുകൊണ്ട് ജിബ്രീൽ ചോദിച്ചു, യാ റബ്ബ്, റബ്ബേ, എത്രയാ നരകത്തുനിന്ന് തീക്കല്ലെടുത്തുകൊണ്ട് ഭൂമിയിലെത്തിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടി, കതുറുനവാത്തിൻ, ഒരു ഈന്തപ്പന കുരുവിൻ്റെ അതിൻ്റെ ചാലിലെ ചെറിയൊരു പാടയുണ്ടല്ലോ, അത്ര വലിപ്പമുള്ള തീക്കനലെടുത്തോളൂ. അത്രയും തീക്കനൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ എടുത്തിട്ട് 7 സമുദ്രത്തിൽ കെടുത്തിയപ്പോ അതിന്ന് തീ പുക പാറുകയാ. കത്തുന്ന വിറകിന്റെ കൊള്ളിയെടുത്ത് വെള്ളത്തിൽ മുക്കിയാല് തീ കെട്ടിട്ട് പുക പാറുമ്പോലെ അതിന്റെ പുക പാറുകയാ. അത് ഈ ഭൂമിയിൽ ഏറ്റവും ഒരു വലിയ പർവ്വതത്തിൽ കൊണ്ടുവച്ചപ്പോ പരിസരത്തുള്ള മുഴുവൻ മരങ്ങളും കത്തിപ്പിടിച്ചു. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന തീക്കനൽ ജിബ്രീൽ തിരിച്ചു കൊണ്ടുപോയി. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ അഅൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ. ഖുർആൻ ചോദിക്കുന്നു, പെങ്ങളെ, നീ കത്തിക്കുന്ന തീയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ
ദുനിയാവിൽ ആറ്റം ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തീയില്ലയോ, ഞാനും നിങ്ങളും വെള്ളം തിളപ്പിക്കുന്ന തീയ്, അത് 100 ഡിഗ്രി ചൂടെത്തുമ്പോഴാ കത്തിത്തിളക്കുന്നത്. അതേ സമയത്ത് ആറ്റം ബോംബ് പൊട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തീയ് 100 ഡിഗ്രി അല്ല, 1000 ഡിഗ്രി അല്ല, 2000 ഡിഗ്രി തീ ചൂട് കൊടുത്താൽ ആറ്റം ബോംബ് പൊട്ടുകയില്ല. കൃത്യമായി 3000 ഡിഗ്രി ചൂട് കൊടുക്കുമ്പോഴാ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അത്ര ചൂടുള്ള തീയും ഈ ദുനിയാവിലുണ്ട്. മോനെ, പത്രം വായിക്കാറില്ലേ? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് കേൾക്കലില്ലേ? ലാവ പുറത്തു വന്നു എന്ന് കേൾക്കലില്ലേ? ഈ ലാവയുടെ ചൂടറിയുമോ? 4500 ഡിഗ്രി ചൂടാണ് കേട്ടോ. അത്രയും ചൂടുള്ള തീയും തീയൊക്കെ ഈ ദുനിയാവിലുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയ് നരകത്തിലെ തീയിന്റെ പുകയാണ് കേട്ടോ. അല്ലാ അല്ലാ, നരകത്തിലുള്ള തീയിന്റെ 70 ഓഹരിയാണ് ഈ ദുനിയാവിലെ തീയെന്ന് മുത്തുനബി പഠിപ്പിച്ചെങ്കിൽ ആറ്റം ബോംബ് പൊട്ടാൻ ഉപയോഗിക്കുന്ന തീയോ ലാവയുടെ ചൂടോ ഏതാണെന്നറിഞ്ഞുകൂടാ. അത്രയും ഭയങ്കര ചൂടായി ദുനിയാവിലെ തീയിനുള്ളതെങ്കിൽ അതിൻ്റെ 69 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീ. ഇത് ചിന്തിച്ചുകൂടാ, ഇത് ഓർത്തുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അതേ മശ്ശറയിൽ അതാ വിചാരണക്കൊരുങ്ങുമ്പോ ഏടുകൾ നൽകപ്പെട്ടുവല്ലോ. ഇടത്തെ കയ്യിൽ നൽകപ്പെടുന്നവരുണ്ട്, വലത് കയ്യിൽ വാങ്ങാൻ വിളിച്ചു പറയപ്പെടുന്നവരുണ്ട്. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമാ. ഓരോരുത്തരെയും തൻ്റെ ഉപ്പയുടെ പേര് ചേർത്തിയിട്ട് വലം കൈ കൊണ്ട് വാങ്ങുക, ഇടത് കയ്യിൽ വാങ്ങുക. വേറെ വേറെ വിളിക്കപ്പെടുന്നു. വലത്തെ കയ്യിൽ വാങ്ങാൻ പറഞ്ഞവർക്ക് ഇടത് കൈ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. ഇടത്തെ കയ്യിൽ വാങ്ങാൻ കൽപ്പിക്കപ്പെട്ടവർക്ക് വലത് കൈ അനങ്ങൂല. അതോടുകൂടി തന്നെ ഒരു തീരുമാനമായി പോയി, ചെറിയ അടയാളം ലഭിച്ചു പോയി, അവനവരെ പറ്റി ധാരണ വന്നു പോയി. അതേ സമയത്ത് മോനെ, ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിച്ച ആളുകൾക്ക് ഏടുകൾ നൽകപ്പെടുന്നത് ഇടത്തെ കയ്യിൽ തന്നെ. എങ്ങനെയാണെന്നറിയുമോ? ഫഅമ്മാമൻ ഉതിയ കിതാബഹു വറഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറാ. വെറുതെ ഇടത്തെ കയ്യിൽ വാങ്ങുകയല്ല, അവരെ ഇടത്തെ കൈ നെഞ്ഞിന്റെ ഉള്ളിൽ കൂടി തുടച്ചിട്ട് പിറകിൽ കൂടി വാങ്ങുകയാ. എന്തൊരു ഹതഭാഗ്യരാ! ഇതൊക്കെ വരാനുള്ളതല്ലേ, സംഭവിക്കാനുള്ളതല്ലേ, വല്ലാത്ത ലോകമല്ലേ. ആ ഇടഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. അല്ലാഹ് വിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ്